കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലൗഡിന്റെ ചാപ്റ്റർ 338 ആണ്. ഗൈസ്, എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ നിങ്ങൾക്ക് 2-3 ചാപ്റ്റേഴ്സ് ഒക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പക്ഷേ ഇന്ന് എനിക്ക് അത്ര സമയം കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന് ഒരു ചാപ്റ്റർ ആക്കി ഇടുന്നത്. അതേപോലെ നിങ്ങൾ ഈ പേജിൽ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ ഇതാണല്ലേ ലാൻഡ് ഓഫ് ദി സൺ, നമ്മുടെ ക്യാപ്റ്റൻ യാമിയുടെ ജന്മസ്ഥലം. എന്റെ പൊന്നു, ഇത് എന്തുമാത്രം ദൂരെയായിരിക്കും? എനിക്ക് ക്ലോർ കിണ്ടത്തിലേക്ക് പോകാൻ എങ്ങനെ സാധിക്കും? എടാ, നീ അധികം ധൃതി വെക്കാനും വേണ്ട. എന്തായാലും ലൂഷ്യസ് ഉടനെ ഒന്നും അവന്റെ പ്ലാൻ ഒന്നും നീക്കാൻ പോകുന്നില്ല. റിയുഡോ, സത്യം പറഞ്ഞാൽ നീ ആരാണ്? ഈ ഷോഗൺ എന്ന് വെച്ചാൽ എന്തുവാ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ, അതാണോ കാര്യം? അത് വളരെ സിമ്പിൾ ആണ്. ഇന്ത്യ കൺട്രിയിലെ വിസാർഡ് കിങ് എന്തുവാണോ അതാണ് ഇവിടുത്തെ ഷോഗൺ. അതായത് ഈ കൺട്രിയിലെ വിസാർഡ് കിങ് ഞാനാണ്. ആദ്യം സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോന്നുണ്ട്. വിസാർഡ് കിങ്ങോ? അപ്പൊ തന്നെ പുള്ളി പറഞ്ഞു, നിനക്ക് എന്നെ റിയു എന്ന് വിളിക്കാവുന്നതാണ്. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എനിക്ക് നിന്റെ വരുന്ന മാജിക് ഒന്നും സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനർത്ഥം നീ അത്ര സ്ട്രോങ്ങർ അല്ലെന്നല്ല. അത് ശരിയാണ്. എന്ത് ചെയ്യാനാ, ഞാൻ അത്രക്ക് ടഫ് ഒന്നുമല്ലെന്ന് പറയുന്നിടത്ത് ആ പെണ്ണ് അവിടേക്ക് നടന്നു വരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് ഇവിടെ സംസാരിക്കാൻ അധികാരം തന്നത് തന്നെ ഒന്നാമത്തെ തെറ്റാണ്. അത് മാത്രമല്ലാതെ ലോർഡ് റിയോടൊക്കെ നീ ഇങ്ങനെയൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല. ലാസ്റ്റ് നൈസി പേടിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ ക്ഷമയും പറയുന്നുണ്ട്. പുള്ളിക്കാരുടെ പേര് ഈജിക എന്നാണ്. അവൾ ശരിക്കും ദേഷ്യത്തിലാണെന്ന് തോന്നുന്നുണ്ട്. അവളുടെ കീ നൈസ് ചേഞ്ച് ആയത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവളെ കണ്ടിട്ട് എനിക്ക് എന്തോ ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ എവിടെയെന്നറിയാമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവള് നല്ല ഡേഞ്ചറസ് ആണ്. നിനക്ക് എന്തായാലും ഈ കൺട്രീനെ പറ്റി ഒന്നും തന്നെ അറിയാമല്ല. സോ കിട്ടിയ സമയത്ത് നമുക്ക് ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കണ്ടാലോ. അപ്പൊ നിന്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആകും. പിന്നെ ആ നാടാണ് കാണിക്കുന്നത്. വളരെ വിശാലമായ ഒരു ജാപ്പനീസ് സ്റ്റൈലിലുള്ള വളരെ ഭംഗിയുള്ള ഒരു നാട്. സോ ആസ്റ്റ, ഞങ്ങളുടെ നാടിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? സത്യം പറയാലോ, ഞാൻ ഇതുപോലത്തെ കൂൾ സ്റ്റഫ്സ് എങ്ങും തന്നെ കണ്ടിട്ടില്ല. ക്ലോർ കിണ്ടത്തിൽ ഇതുപോലത്തെ ഒരു സാധനം ഇല്ലല്ലോ. ഇതേ സമയത്ത് രണ്ട് ആൾക്കാർ അവിടെ ഒരു ചെറിയൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്ക്രോൾ തുറന്നിട്ട് അതിന്റെ അകത്ത് ജലത്തിന്റെയും തീയുടെയും പക്ഷികളെ ഉണ്ടാക്കും. റിയൂസാൻ, അത് മാജിക് അല്ലേ? പക്ഷെ അവരുടെ കയ്യിൽ ഗ്രിമോറൊന്നും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ഈ സ്ഥലത്ത് ഞങ്ങൾ ഗ്രിമോർസ് അല്ല യൂസ് ചെയ്യുന്നത്, പകരം സ്ക്രോൾസ് ആണ്. ആ സ്ക്രോൾസ് കൊണ്ട് ഞങ്ങൾ യോജുട്സുവും പെർഫോം ചെയ്യും. നിങ്ങളുടെ മാജിക് ആണ് ഞങ്ങളുടെ യോജുട്സു, നിങ്ങളുടെ മാജിക്കൽ പവേഴ്സ് ആണ് ഞങ്ങളുടെ യൊറോക്കു. പെട്ടെന്ന് ആസ്റ്റ രണ്ടുപേരെ കാണുന്നുണ്ട്, ഒരു ചേച്ചിനെ പിന്നെ ഒരു പയ്യനെ. ഇത് കാണുന്നിടത്ത് ആസ്റ്റയ്ക്ക് പുള്ളിയുടെ കുട്ടിക്കാലം ഓർമ്മ വരും. പിന്നെ നമ്മുടെ സിസ്റ്റർ ലില്ലി ആസ്റ്റനെ കൊല്ലാൻ വന്നില്ലേ, ആ കാര്യം ആലോചിക്കും. പുള്ളിക്കാനായിട്ട് വളരെയധികം സങ്കടം വരും. എന്നാൽ നമ്മുടെ റിയു പെട്ടെന്ന് എന്തോന്നും ശ്രദ്ധിക്കും. എന്നിട്ട് അവിടേക്ക് ഓടുന്നുണ്ട്. എന്നിട്ട് ആ രണ്ട് അമ്മേനെയും മകനെയും വിളിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറും. പെട്ടെന്നായിരുന്നു അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന സ്ഥലം മുഴുവൻ തകർന്നു. അവിടേക്ക് കുറച്ചധികം കള്ളന്മാര് വരും. ഞങ്ങൾക്ക് നിങ്ങളുടെ ഫുഡും വാല്യുബിൾസ് ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ 4 പേരും അവിടേക്ക് വന്നത്. ഇവന്മാരെ കണ്ടത് നാട്ടുകാർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. ആസ്റ്റ പറയുന്നുണ്ട്, കൺട്രി എന്ന് പറഞ്ഞാലും ബാഡ് ഗൈസ് എല്ലായിടത്തും ഉണ്ട്. റിയുവിന് ഒന്നും തന്നെ സംഭവിച്ചില്ല. പുള്ളിക്കാരൻ ആ അമ്മേനും കൊച്ചിനെ സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആസ്റ്റ അപ്പോഴാണ് ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. അത് റിയു ഇതിനു മുമ്പ് തന്നെ ഈ കാര്യം നോട്ടീസ് ചെയ്തിട്ട് അവരെ സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റിയതാണ്. അതൊരു കോയിൻസിഡൻസ് അല്ലായിരുന്നു. അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരാൾ നമ്മുടെ റിയുവിൻ്റെ ചോദിക്കുന്നുണ്ട്, ആരാണ് നീ? അപ്പൊ പുള്ളിക്കാരൻ തിരിച്ചു പറയുകയും ചെയ്യും, നിങ്ങൾ എന്നെ പറ്റി പറയുകയും ചെയ്യുന്നത് കാരണം എന്റെ യൊറോക്ക് ഒന്നുമില്ല. അതായത് പുള്ളിക്കാരന് മാജിക് ഇല്ലെന്ന് അർത്ഥം. ഈ മാജിക് ഇല്ലെന്ന് പറയാൻ നേരത്ത് നമ്മുടെ ആസ്റ്റയും ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം പുള്ളിക്കാരനും അറിയാൻ മേല ഇത് എന്താണ് സംഭവിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് നമ്മുടെ റിയുവിനെ രക്ഷിക്കാൻ വേണ്ടി ഈ ചിക അവിടേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ആണാണോ, ഒരു ചെറിയ ഇത്തിരി പെണ്ണിനെയാണ് ഞങ്ങളുടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത്? നീ എന്ത് പൊട്ടനാണ്? ഇത് കേട്ടത് നമ്മുടെ ഈ ചിക്കക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. പുള്ളിക്കാരി സീരിയസ് ആകാൻ നേരത്ത് തന്നെ ആസ്റ്റയുടെ ശരീരം മുഴുവൻ വിറക്കാൻ തുടങ്ങും. കാരണം ആസ്റ്റയ്ക്ക് മനസ്സിലായി അവൾ ഒട്ടും തന്നെ നിസാരക്കാരിയല്ലെന്ന്. എന്നിട്ട് പുള്ളിക്കാരി പെട്ടെന്ന് അവരെ എല്ലാവരും സൈമൾട്ടേനിയസ്ലി അറ്റാക്ക് ചെയ്യും. അത് 4 നല്ല പവർഫുൾ അറ്റാക്ക് ആയിരുന്നു. അവർ 4 പേരും പുറകിലുണ്ടായിരുന്ന ആ വാളിലിടിച്ച് അവിടെ കിടക്കുവാണ്. അതെങ്ങനെ ശരിയാകും? ഒരു സെക്കൻഡത്തേക്ക് അവളുടെ കീ 100 ടൈംസ് ബിഗ്ഗർ ആയിട്ട് മാറി. അത് മാത്രമല്ലാതെ അത് ഭയങ്കര ഡാർക്കുമാണ്. നാട്ടുകാരെല്ലാരും പുള്ളിക്കാരിനെ വാഴ്ത്തുന്നുണ്ട്. വെൽ ഡൺ ലേഡി യാമി എന്നാണ് വിളിക്കുന്നത്. പുള്ളിക്കാരി അവിടുത്തെ റിയു 7ലെ ഒരു അംഗം കൂടിയാണ്. യാമിയോ? ചുമ്മാ പറയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരുടെ അടുത്തടി നമ്മുടെ ആസ്റ്റ ചെല്ലാൻ നേരത്ത് പെട്ടെന്ന് തന്നെ ആസ്റ്റയുടെ മുഖത്ത് കയറി പിടിച്ച് പുള്ളിക്കാരി നെരുക്കുന്നുണ്ട്. ഔട്ട്സൈഡർ, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീ എന്റെ അടുത്തേക്ക് വന്നത്? അപ്പൊ തന്നെ റിയോ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, സംഭവം എന്ന് വെച്ചാൽ ഈ ചിക നിങ്ങളുടെ യാമിയുടെ യങ്ങർ സിസ്റ്റർ ആണ്. നിനക്ക് സ്ട്രോങ്ങർ ആകണമെന്നല്ലേ നീ പറഞ്ഞ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റിയൂസ് 7 നീ ട്രെയിൻ ചെയ്തോ. അപ്പൊ തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട്, അല്ലെങ്കിലും എനിക്ക് നിന്നെപ്പോലുള്ള ആമ്പിള്ളാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെ യാമിയുടെ സിസ്റ്ററിനെ റിവീൽ ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ അവസാനിക്കുന്നത്. നാളെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്.